ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആകാം അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് ബീൻസും പച്ചക്കായും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് ടൈറ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? റെഡ് ബീൻസ് ഞാൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം നമ്മളത് കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അതിന് കുറച്ച് മേലെ നിൽക്കുന്നത് വിധത്തിൽ ഒഴിച്ചാൽ മതി. അതിനുശേഷം ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി കൊണ്ടടച്ച് നിങ്ങൾക്ക് എത്ര വിസിൽ കൊണ്ടാണോ വേവുന്നത് അതനുസരിച്ചിട്ട് വെക്കുക. ഞാനിവിടെ ഇപ്പോൾ 6 വിസിൽ വരെ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വേവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 6 വിസിൽ വരെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനു വേണ്ടി 1 കപ്പ് തേങ്ങയും ഹാഫ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ജീരകം, 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ജസ്റ്റ് ക്രഷ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഒരു കൈപ്പിടിയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ജസ്റ്റ് അതൊന്ന് ആയതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർക്കണം. ഞാനിവിടെ 1 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു പച്ചക്കായി ചെറുതാക്കി അരിഞ്ഞിട്ട് മാറ്റി വെക്കണം. അതിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചക്കായി, 1 പച്ചക്കായി ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്നുകൂടി വഴറ്റുക. ഉള്ളിയൊന്നും അത്ര അധികം വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറി. അതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ 1 സ്പൂണ് മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിന് നന്നായി ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് അതിന് പിടിക്കണമല്ലോ, അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. ഇനി പച്ചക്കായി ഒരു 1/4 വേവായതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച റെഡ് ബീൻസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചക്കായി വേവാൻ വേണ്ടി അത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ നേരത്തെ വേവിച്ച റെഡ് ബീൻസും കൂടി പച്ചക്കായിലേക്ക് ചേർത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഫ്ലേവർ എല്ലാ സ്ഥലത്തും എത്തണമല്ലോ. അപ്പോൾ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കണം. സിമ്മിൽ വെച്ച് അത് വീണ്ടും ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയുണ്ടല്ലോ, തേങ്ങയും ജീരകവും പച്ചമുളകും പകുതി ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആ മിക്സിൻ്റെ അകത്ത് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അത് മൂടി വെക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാ ഇതിലും പിടിക്കണമല്ലോ, അതിനു വേണ്ടി അത് വീണ്ടും ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം മൂടി വെക്കുക. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം മൂടി വെക്കാം. അപ്പോൾ നമ്മൾ റെഡ് ബീൻസും പച്ചക്കായും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ശരിക്കും നമ്മൾ ചോറിനേക്കാളും നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ? ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.